ഒരു പത്രവാർത്ത വായിച്ച് ഏറെ ചിരിച്ചുപോയൊരു ദിവസമാണ് കഴിഞ്ഞ ദിവസം. വാർത്ത മറ്റൊന്നുമല്ല, ഇരുചക്ര വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾക്കുള്ള പണിയാണ്. പണ്ട് ഹെൽമെറ്റ് വെക്കാതെ നിങ്ങൾ വണ്ടി ഓടിച്ചിരുന്നു, പിന്നീട് ഹെൽമെറ്റ് വച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പിഴ വന്നു. പിന്നീട് പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു, പിന്നീട് പുറകിൽ ഇരിക്കുന്നയാളും ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെ പണം പിടുങ്ങാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരു വകുപ്പ് അവർക്ക് കിട്ടിയത്. അതായത് ഇനി നിങ്ങളുടെ പുറകിൽ ഇരിക്കുന്നയാൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുകയോ നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ മോട്ടോർ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വകുപ്പിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാം. അതായത് നാളെ പോലീസും മോട്ടോർ വകുപ്പും ഒക്കെ നിങ്ങളെ പിടിച്ചു നിർത്തും, സംസാരിച്ചില്ലേ കെട്ടിപ്പിടിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട്. എന്തൊക്കെ നിയമങ്ങളാണല്ലേ. പക്ഷേ കുടുങ്ങിപ്പോയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരാണ്. ഈ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട് എങ്ങനെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കും എന്ന് കണ്ടുപിടിക്കും എന്നുള്ളതാണ് അവരുടെ ടെൻഷൻ. സാരമില്ല, നമ്മുടെ ഗവൺമെന്റിലെ ആൽക്കഹോൾ മീറ്റർ കണ്ടുപിടിച്ചതുപോലെ ഇനി സംസാരിക്കുന്ന മെഷീൻ കണ്ടുപിടിച്ചേക്കാം. അങ്ങനെ എങ്ങനെയായാലും കാശുണ്ടാക്കാന്നാണ് ലക്ഷ്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ സ്ഥിരം ഒരു കാഴ്ചയായിരുന്നു, വിവാഹം കഴിച്ചുന്ന വധുവരന്മാർ ഭർത്താവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവന്റെ കാതിൽ കിന്നാരം പറഞ്ഞു പോകുന്ന യാത്ര. പിന്നെ നമ്മൾ വഴിയിട്ടുണ്ട് മറ്റേ ബാറ്റ് പൊങ്ങിയ ഡൂക്ക് ബേക്കിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് കാമുകനും കാമുകിയും കെട്ടിപ്പിടിച്ച് ഹാ ഹൂ കഥയും പറഞ്ഞ് പാട്ടും പാടി പോകുന്ന കാഴ്ച. ഇനി അതൊക്കെ വെറും സ്വപ്നമായി മാറുകയാണ്. അതായത് ഇനി പുറകിലിരുന്ന് ഡ്രൈവറെ വശീകരിക്കുന്ന രീതിയിൽ, അവന്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ജസ്റ്റേഴ്സ് പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലീസ് കൈ കാണിക്കും. പണ്ട് ഹെൽമെറ്റ് എവിടെ, ലൈസൻസ് എവിടെ ചോദിച്ചടക്ക് എന്താണ് സംസാരിച്ചത്, എന്തിനാണ് കെട്ടിപ്പിടിച്ചതെന്നായിരിക്കും ഇനി ചോദ്യം. വിനാശകാലേ വിപരീത ബുദ്ധി. എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. ദീപസ്തംഭം മഹാശ്ചര്യം. എന്റെ ദൈവമേ, ഇനി ബൈക്കിന്റെ മേളിൽ ഇരിക്കുന്നതിന് എപ്പോഴാണോ കേസ് വരിക. എന്തായാലും എന്റെ ബൈക്ക് ദൈവത്തന്മാരെ ഞങ്ങളെ കാത്തോണേ.